ഇന്ന് നമുക്ക് ടീനേജേഴ്സിനുള്ളൊരു ഷർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കട്ടോ. യൂണിഫോം ഷർട്ടാണെങ്കിലും അല്ലാതെ കോഡ് സെറ്റായിട്ട് വരുന്ന ഷർട്ടാണെങ്കിലൊക്കെ അളവും മെഷർമെൻറ്റ് എടുക്കലൊക്കെ ഇതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ 4 ഫോൾഡായിട്ട് ഓപ്പണിംഗ് സൈഡ് നമ്മളെ ഭാഗത്തേക്കായിട്ട് മടക്കി വെക്കുക. അതിൻ്റെ ശേഷം ഈ അറ്റത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈന് കൊടുക്കുക. അടിഭാഗത്തും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് എടുക്കട്ടോ. അത് കൂടെ ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൂടിയും കൂട്ടിയെടുക്കുക. 2 ഇഞ്ചോളം സ്റ്റിച്ചിങ് ഗ്യാപ്പ് കൂട്ടിയെടുക്കണം. താഴെ 1.5 മുകളിൽ ഒരു 1/2 ഇഞ്ചും. അതിൻ്റെ ശേഷം ഷോൾഡർ നമുക്ക് 7.5 8 അത് കുട്ടികളെ തടിക്കനുസരിച്ചിട്ട് എടുക്കുക. 7.5 8 എന്താണെങ്കിലും 7.5 നിർബന്ധമായിട്ടും വേണം. ടീനേജേഴ്സിനുള്ളത് 7.5 എന്തായാലും വേണം. അപ്പോൾ ഒന്നുകിൽ 7.5 8 എടുക്കാം. അതേ സെയിം മെഷർമെൻറ്റ് തന്നെ മോളിൻ്റെ താഴത്തേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ജസ്റ്റ് അവിടെ ഒരു ലൈന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന സംഖ്യയിൽ കൂടെ 2 ഇഞ്ച് ലൂസും പിന്നെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് 1 ഇഞ്ചോ 1.5 ഇട്ടിട്ട് കൂട്ടിയെടുത്തിട്ട് വേണം നമ്മൾ ചെസ്റ്റും വേസ്റ്റും അടിഭാഗം. പിന്നെ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. യൂണിഫോം ഷർട്ട് ആവുകൊണ്ടും നമുക്ക് ഷർട്ട് മൊത്തത്തിൽ ലൂസായിരിക്കുമല്ലോ. അപ്പോൾ ഒരൊറ്റ അളവിൽ നമുക്കതൊരു ബോക്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ 11.5 ഇഞ്ചാണ് സ്റ്റിച്ചിങ് ഗ്യാപ്പ് അടക്കം നമ്മൾ പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ സൈഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് നെക്കൊന്ന് പോയിൻ്റ് ചെയ്തെടുക്കാം. നെക്ക് അടയാളപ്പെടുത്തിയ നെക്കിനേക്കാളും ഒരു പോയിൻ്റ് വ്യത്യാസം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരും. അപ്പോൾ ഈ 2.25 ഇഞ്ച് വിടുത്തും ഒരു 3-3.5 ഇഞ്ച് ലെങ്ത്തും നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിലാണ് ആ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ ബട്ടനും ഹോളും വെക്കുന്ന ഭാഗം, ആ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് അത് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ 2.25 മാർക്ക് ചെയ്തത് 3 ഇഞ്ച് പോയിൻ്റ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് 2.25 മതി ബാക്ക് നെക്ക്. അതുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ പോയിൻ്റ് ചെയ്ത് വെക്കണേ. അതിൻ്റെ ശേഷം നമ്മൾ ആ അറ്റത്തെ സൈഡിലൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ ഭാഗത്ത് എന്താണെങ്കിലും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ ഈ കട്ട് ചെയ്ത് കളയുന്ന ഈ 2 ഇഞ്ച് ബാക്ക് പാർട്ടിൽ നമ്മൾ കൂട്ടിയെടുക്കും. അതിലേക്കൊരു പോയിൻ്റ് കൊടുക്കുക. അതിൻ്റെ ശേഷം ആ മോളിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചോ 3/4 ഇഞ്ചോ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ പോയിൻറ്റും ഈ പോയിൻറ്റും കൂടി ജസ്റ്റ് ഒന്നും മാർക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ ആ മോളിൻ്റെ ആ ലൈന് വരച്ചതിൻ്റെ പകുതിക്ക് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് ചെയ്തിട്ട് ആ പോയിൻറ്റും നമ്മൾ ആ മോളിൻ്റെ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അതും കൂടെ തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ മാർക്ക് ചെയ്തെടുത്താലും മതി. ഇതുപോലെ നമ്മൾ ആദ്യം വരച്ച ആ മോൾ പോയിൻ്റ് ഉണ്ടല്ലോ ആ മോൾ കർവിൻ്റെ അവിടെയുള്ള ആ പോയിൻ്റ് അവിടെ 1 ഇഞ്ചിൽ പോയിൻ്റ് ചെയ്തിട്ട് ആ പോയിൻ്റിൽ കൂടെ നമുക്ക് വരച്ചെടുത്ത ലൈനിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അത് കൂടെ വരച്ചെടുക്കുക. അത്രയല്ലേ ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ ഈ ലൈന് വരച്ചാൽ ഉള്ളിലേക്ക് ആയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈന് വരച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ ഇതിങ്ങനെ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ സൈഡിൽ ആദ്യം വന്ന 1.5 ഇഞ്ച് ഉണ്ടല്ലോ ആ 1.5 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്കാണ് എല്ലാ മാർക്കിങ്ങും ചെയ്യേണ്ടത്. ഈ അറ്റത്തുനിന്ന് ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്ത ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുകയും ചെയ്യാം. അതിൻ്റെ ശേഷം ഒരു 1/2 ഇഞ്ചും കൂടി അല്ലെങ്കിൽ കറക്റ്റ് ലെവൽ വെച്ചെടുത്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുത്താലും മതി, വ്യത്യാസം വരും. ഒരു 1/2 ഇഞ്ചും കൂടി നമുക്കൊന്ന് ഇറക്കിയിട്ട് വെക്കാം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ മാർക്കിങ്ങും ഒന്ന് ചെയ്യാം. ആ മാർക്കിങ്ങിൻ്റെ ശേഷം മുകളിലേക്ക് ഒരു 2 ഇഞ്ച് ഷോൾഡർ കട്ട് ചെയ്തതിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും ഒരു 2 ഇഞ്ച് പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക. ആ ചെരിഞ്ഞ ഭാഗം വരുമ്പോൾ നമ്മൾ മുകളിൽ വരക്കണ ലൈനും ചെരിഞ്ഞിരിക്കും. നെക്ക് 2.25 എടുത്തത് അത് കറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് അവിടെ വരച്ചെടുക്കുകയും ചെയ്യാം 2 ഇഞ്ച് പോയിൻ്റ് ചെയ്ത ഭാഗത്ത്. ഫ്രണ്ട് പാർട്ടിൻ്റെ 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്ത ഭാഗം ബാക്ക് പാർട്ടിൻ്റെ ഫോൾഡഡ് സൈഡിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കണം കേട്ടോ. ബാക്ക് പാർട്ട് എടുക്കുമ്പോൾ ഫോൾഡഡ് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യുക, ഫ്രണ്ട് പാർട്ട് ഓപ്പണിംഗ് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യുക. അതിൻ്റെ ശേഷം നെക്ക 2.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തതിൻ്റെ ശേഷം 1 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. നല്ല റൗണ്ടായിട്ട് വരക്കാതെ ആ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലേക്ക് ജസ്റ്റ് ഒരു ക്രോസ് ലൈൻ അങ്ങോട്ട് കൊടുക്കുക. 1.5 ഇഞ്ച് പുറത്തേക്ക് നമ്മൾ മടക്കി വെക്കാനെടുത്തതും
പിന്നെ ഒരു അര ഇഞ്ചും കൂടി ജസ്റ്റ് ഒന്ന് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഫ്രണ്ട് പീസ് ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഇതുപോലെ ഫ്രണ്ടിൻ്റെ ആമോളിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് മുകളിലേക്ക് ഒന്നാണ് മുട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്ത് കൂടെ ഒരു അര ഇഞ്ച് അപ്പുറത്തായിട്ട്, അതായത് ജസ്റ്റ് ഫ്രണ്ടിൻ്റെ ആമോളിൻ്റെ അടുത്തല്ല, ബാക്ക് പാർട്ട് കുറച്ച് ഒരു അര ഇഞ്ച് നീക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് ആ മാർക്കിങ്ങിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കണ്ട, ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഫ്രണ്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കട്ട് ചെയ്താൽ മതി. ഈ ഫ്രണ്ടിൽ നമ്മൾ 2 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ പോയ ക്ലോത്തിനെ നമുക്ക് ബാക്കത്തെ ക്ലോത്ത് ഇതുപോലെ വരുമ്പോൾ നമുക്ക് കവർ ചെയ്തിട്ട് കിട്ടും. സ്റ്റിച്ചിങ് ഒക്കെ കഴിയുമ്പോൾ ഈ സ്ലീവിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഷോൾഡറിൻ്റെ സൈഡ്, അവിടേക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. ഇതിൽ നമ്മൾ ഒരു പഫുള്ള സ്ലീവാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സാധാരണ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ ആ ഷോൾഡറിൻ്റെ അവിടുത്തെ അളവെടുത്തിട്ട് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വരുന്ന ക്ലോത്തിൽ നിന്നാണ് നമ്മൾ കോളറിൻ്റെ പട്ടയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. അത് സ്റ്റിച്ചിങ് ടൈമിൽ കാണിക്കുക കോളറിൻ്റെ ഭാഗം.